ഉണ്ടാക്കാൻ പോണത് ഒരു പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കൻ ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാൻ 1 കിലോ കോഴി ഇറച്ചി നമ്മൾ കറിക്കൊക്കെ അരിയണത് പോലെ ഈ രൂപത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അത് ഉണ്ടാക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ചുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. മക്കളെ, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും കേട്ടോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വയണ്ട് കളർ മാറി മണമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2 മീഡിയം സൈസിലുള്ള സബോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ട് മുറിക്കാം, നീളത്തിൽ മുറിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമോ അതേപോലെ മുറിച്ചെടുക്കാം. ഞാനിവിടെ മുറിച്ചിരിക്കുന്നത് നീളത്തിലാണ്. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇനി എരിവ് ഇല്ലാത്ത പച്ചമുളകാണെങ്കിൽ 3-4 ഇട്ട് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 1 നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് ഞാൻ 2 ഇട്ട് കൊടുത്തത് കേട്ടോ. മക്കളെ, നമുക്ക് ഇനി ഇതിൽ കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് ഇടേണ്ടത് കേട്ടോ. പെപ്പർ ചിക്കനിക്ക് മെയിൻ കുരുമുളക് പൊടിയാണ്. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പെപ്പർ ചിക്കനിക്ക് പ്രധാനമായിട്ട് വേണ്ട കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ സാധാ പെരിഞ്ജീരകം എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം ചേർത്തിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുക. എന്നാലും ഉപ്പിട്ട് കൊടുക്കണത് നോക്കി ഇടണം കേട്ടോ. നമുക്ക് ഇത് ഇളക്കിയിട്ടൊന്ന് മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. മക്കളെ, നമ്മൾ മസാലകളൊക്കെ ഇടുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പതുക്കെ ഇളക്കിയിട്ട് വേണം മസാലകളെ പച്ചമണം മാറിയെടുക്കാൻ. നല്ല തീ വെച്ച് ഇട്ട ഉടനെ മാറ്റിച്ചെടുക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ മസാലകളൊക്കെ നല്ല വറുന്ന് പച്ചമണമൊക്കെ മാറി നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പെപ്പർ ചിക്കൻ്റെ മസാല എങ്ങനെ വേണം കളറായി വരാൻ. അതാണ് ഞാൻ പറഞ്ഞത് ചെറിയ തീ വെച്ചിട്ട് വേണം ഇളക്കാനെന്ന്. അപ്പം മസാലകളൊക്കെ വെന്ത് പച്ചമണം മാറി ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൂടി ഒന്ന് മിക്സാക്കി തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ. മക്കളെ, ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കോഴി ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ഇറച്ചിയിൽ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളൊക്കെ കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ ഇറച്ചിയിൽ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി മിക്സാക്കാം. ഈ കറിവേപ്പിലയും കൂടി ഒന്ന് ഇറച്ചിയിൽ മിക്സായി വരട്ടെ. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഇറച്ചിയിൽ മിക്സായി വന്നിട്ടുണ്ട്, എല്ലായിടത്തും പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിൽ വെള്ളം ഒന്നും ഒഴിക്കണില്ല. നമ്മുടെ ഇറച്ചിയിൽ തന്നെ ഇത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിലൊന്ന് ഇറങ്ങി വരും.
ആ വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ വേവിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം ഒഴിക്കാതെ എടുക്കുമ്പോഴാണ് ശരിക്കുള്ള പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇതൊരു മീഡിയം തീയിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇത് നിങ്ങൾ മൂടി വെച്ച് പറഞ്ഞിട്ട് നോക്കാതിരിക്കരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം തുറന്നിട്ട് കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ചിക്കനിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ഇക്കണ്ട വെള്ളമൊക്കെ അതിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് പരവേവായിട്ടുണ്ട് പകുതി. ഇനി ഇതിൽ ഇച്ചിരി കൂടി വെള്ളം വരാണ്ട്, അപ്പോൾ അത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കാം. പിന്നെ ചിലവർക്ക് തോന്നുകയെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ സംശയമുള്ളവർക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. പക്ഷെ വെള്ളം ഒഴിച്ചാൽ അതൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് മൂടി വെച്ച് പകുതി വേവും കൂടി ആക്കിയെടുക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ പെപ്പർ ചിക്കൻ ഇതാ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നുമില്ല, എല്ലാ വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ചിക്കനിലുള്ള വെള്ളമാണ് കേട്ടോ. കണ്ടില്ലേ? നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഗ്രേവി കൂടുതലുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് വറ്റിച്ച് വേണം എടുക്കാൻ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെ പരത്തി ഇട്ടിട്ട് കൊടുക്കുക. ആ കുരുമുളകിൻ്റെ പൊടിയുടെ മണം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനുള്ള പണിയിട്ട മക്കളെ. അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ചിക്കൻ വാങ്ങുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.